റിയലി പ്രൗഡ് ആണ്. കാരണം 280+ ടീംസിൽ നിന്നാണ് വിന്നർ ആവാൻ പറ്റുന്നത്. അത് ഞങ്ങൾ ടീം എഫേർട്ട് ആണ്. ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ഞങ്ങൾ അട്രാക്ട് ചെയ്തത് തന്നെ ഈ ഒരു ജഡ്ജിംഗ് പാനൽ, IIM മുംബൈ എന്നുള്ള ജഡ്ജിംഗ് പാനൽ. അവരെ അത്രയും ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവരിന്ന് ഷെയർ ചെയ്യാം. അവിടെ പഠിക്കാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഇതൊരു കോൺഫിഡൻസ് ആണ്. അതായത് ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്തതും ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫിയർ ഇല്ലാതെ ഡയറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കും. ഇവിടെ എന്തൊക്കെ മാക്സിമം കോമ്പറ്റീഷൻ നടക്കും, ഇതിലൊക്കെ മാക്സിമം പങ്കെടുക്കുക, ഇവിടുന്ന് യൂട്ടിലൈസ് ചെയ്തെടുക്കുക. ക്ലാസ് റൂമിന്റെ പുറത്തുനിന്ന് അഡീഷണലി നമുക്ക് എന്ത് കിട്ടാൻ പറ്റും അത് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോലെ തന്നെ പേപ്പർ പാസ്സാവുക, അഫിലിയേറ്റ് ആവുക, അവിടെ നിന്ന് ഇറങ്ങുക, ജോബിന് കയറുക. പക്ഷെ ഇവിടുന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഓൾറെഡി ജോബ് റെഡി ആക്കി തരികയാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് തരുന്നതോടുകൂടി, റിയൽ കേസ് സിനാരിയോ തരുന്നതോടുകൂടി, അതുപോലെ തന്നെ ഇങ്ങനെ ടോപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ തരുന്നതിനോടുകൂടി റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടാനും പിന്നെ അത് വർക്കിലേക്ക് ഇന്റർവ്യൂവിന് വരെ നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. Hello everyone, welcome to Elansian's podcast series where we meet the true potential of Elans. So ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇലാൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേസ് സ്റ്റഡി കോമ്പറ്റീഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് IIM മുംബൈ എക്സ്പേർട്ട് പാനൽ ലീപ് 2.0 വിന്നേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഹൗ വാസ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ വാസ് ദെയർ ജേർണി ആൻഡ് ഓൾ. സോ once again welcome everyone. Congratulations first of all. സോ ബെസ്റ്റ് കൺസൾട്ടിംഗ് ഫേം എന്നുള്ള ടൈറ്റിലാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയുള്ളത്. മൈ നെയിം ഈസ് ഹാഷിർ. ഞാൻ SBL ആണ് എഴുതിയിരുന്നത്. എന്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫിലിയേറ്റ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിനി ആയിട്ട്. മഞ്ചേരി ഒരു CA ഫേമില് ഔട്ട്സോഴ്സിംഗ് ഫേം ആണ്, UAE ഫേം ആണ്. എന്റെ അണ്ടറിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓൾറെഡി ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയി. എന്റെ പേര് മുഹമ്മദ് ജവാദ്. ഞാൻ ഇപ്പോ SBL പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാനിപ്പോ വർക്കിംഗ് അല്ല, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോ രണ്ട് മന്ത് മുമ്പ് ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പോ SBL പേപ്പർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ആക്ച്വലി നിങ്ങളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിന്റെ പേര് ടീം കേസ് ക്രാക്കേഴ്സ് എന്നുള്ളതാണ്, റൈറ്റ്? സോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിനോട് അവർ 100% ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എവറി സിംഗിൾ ചാലഞ്ചസ് അവർക്ക് കൊടുത്തുള്ളത് ദേ സിംപ്ലി ക്രാക്ഡ് ഇറ്റ് ഓൾ. സോ ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഈ ഒരു പേര്? ഹാഷിറാണ് കേസ് ക്രാക്കേഴ്സ് എന്നുള്ള പേര് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. മാക്സിമം റിസൾട്ട് കൊടുക്കുക, അതായത് നമുക്ക് വരുന്ന ടാസ്കിന് മാക്സിമം റിസൾട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഞങ്ങൾ ആ നെയിം കൊണ്ടും മീൻ ചെയ്യണത്. അതായത് നമുക്ക് വരുന്ന ഒരു ടാസ്ക് ഫ്രണ്ടിലേക്ക് വെച്ച് വരുമ്പോൾ അത് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക. വിന്നർ ആകുക എന്നതിനപ്പുറം മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കേസും ക്രാക്ക് ചെയ്തു അല്ലേ? അതെ, അത് കഴിഞ്ഞു. അതെ, ആ ഒരു കോൺഫിഡൻസ് അതൊരു ടീം എഫേർട്ട് ആണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ഇപ്രാവശ്യം നമുക്ക് പാർട്ടിസിപ്പൻസ് കൂടുതലായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് 280+ പാർട്ടിസിപ്പൻസ് നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. സോ ദ കോമ്പറ്റീഷൻ വാസ് ഇന്റൻസ്. സോ അവരോടൊക്കെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്തിട്ട് കറന്റ്ലി നിങ്ങളൊരു വിന്നർ ഓഫ് ലീപ് 2.0 ആയിട്ട് നിൽക്കുകയാണ്. സോ ഹൗ ഡു യു ഗൈസ് ഫീൽ? റിയലി പ്രൗഡ് ആണ്. കാരണം 280+ ടീംസിൽ നിന്നാണ് ഈ ഒരു അതും 2 റൗണ്ട്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്, വിന്നർ ആവാൻ പറ്റുന്നത്. അത് ഞങ്ങൾ ടീം എഫേർട്ട് ആണ്. ഇപ്പോ ജവാദിന്റെയും ഇഷാമിന്റെയും, ഒരു ഇഷാമ് പറഞ്ഞ നമ്മളെ ഫ്രണ്ടും കൂടി ഉണ്ട്. അതെ, ഞങ്ങൾ 3 പേരാണ്. അതിന് വരാൻ പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ടീം എഫേർട്ട് കൊണ്ടാണ് അതിൽ നിന്ന് വിന്നർ ആവാൻ പറ്റിയത്. പേഴ്സണലി ബെനിഫിറ്റ് ഇപ്പൊ ജവാദിനാണെന്നുണ്ടെങ്കിലും കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതെ, എനിക്ക് ഇപ്പം ഞാൻ ഈ പ്രസന്റേഷൻ എന്നുള്ളത് ഒരു കൂടുതലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഗതിയാണ്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പ്രസന്റേഷൻ എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പ്രസന്റ് ചെയ്യാൻ കഴിയുക, സ്ലൈഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. അത് ഒരു IIM ടീമിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള നമ്മുടെ PM പേപ്പർ എല്ലാം ആയിക്കോട്ടെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒരു പ്രൊഫഷണൽ ഇതിലൊരു ബെനിഫിറ്റ് അത് തന്നെയാണ്. റിയൽ വേൾഡ് സിനാരിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്, അതും ടോപ്പ് മാനേജ്മെന്റ് IIM-ഉമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനും ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊരു വർക്ക് എക്സ്പീരിയൻസ് പോലെ തന്നെ നമുക്കൊരു മുന്നിൽ പ്രോബ്ലം അവർ വെച്ച് തന്നു. ഈ പ്രോബ്ലത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്തു, അവിടെ ക്ലാസ് നമ്മൾ സപ്പോർട്ട് ചെയ്തു, എന്ത് ചെയ്തു, എന്നിട്ട് നമ്മളെ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിപ്പിച്ചു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ടോക്കിംഗ് അബൌട്ട് IIM മുംബൈ, നമുക്ക് മെയിൻ ആയിട്ട് ഈ ലീപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. നമ്മുടെ ജഡ്ജിങ് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIM മുംബൈ, അതായത് ടോപ്പ് ഇന്ത്യൻ
ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് നമുക്ക് ഒരു ജഡ്ജിങ് പാനലായിട്ട് വരുന്നത്. സോ അവരായിട്ടുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ഒരു ഇനീഷ്യേറ്റീവ്, അതായത് ഈ ഒരു കോമ്പറ്റീഷനിൽ ഞങ്ങൾ അട്രാക്ട് ചെയ്തത് തന്നെ ഈ ഒരു ജഡ്ജിങ് പാനൽ, IIM മുംബൈ എന്നുള്ള ജഡ്ജിങ് പാനലിന്റെ ഒരു അവരുടെ ഇൻവോൾവ്മെന്റ് തന്നെയാണ് ഞങ്ങളതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചത്. കാരണം അവരെ അത്രയും ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവരിന്ന് ഷെയർ ചെയ്യുക. അവിടെ പഠിക്കാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കുറേ ഡാറ്റാസ് കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കിട്ടും. പക്ഷെ അതൊക്കെ എങ്ങനെ ഈ സ്ലൈഡുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും, പിന്നെ അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതിന്റെ പാറ്റേൺ എങ്ങനെ ആയിരിക്കണം, ഓരോ ഡാറ്റ എവിടെ വെക്കണം, ഏത് സ്ലൈഡ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഡാറ്റ അവസാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് IIM മുംബൈ ടീമിന്റെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ മാസ്റ്റർ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു ഓവർ ദ സ്പാൻ ഓഫ് 1 month ആയിരുന്നു അല്ലേ? അതെ, ഓൾമോസ്റ്റ് 4 or 5 ക്ലാസ്സസ്. ഓക്കെ. അപ്പൊ നമ്മളിത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ആക്ച്വലി നിങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് ഈ ഒരു പ്രോഗ്രാമിന് ടൈം കണ്ടുപിടിക്കുന്നില്ല. അതന്നെ ഒരു ഞങ്ങളെ സംബന്ധിച്ച ചാലഞ്ച് ആയിരുന്നു. കാരണം വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ക്ലാസ് ഉണ്ട്, ഇവിടെ ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ടാസ്കും ചെയ്യണം. ഓൾമോസ്റ്റ് 45 minutes ഡെയിലി ഇതിന് മാറ്റി വെക്കണം. കാരണം 1 day കൊണ്ട് തീരുന്ന ഒരു ഇതല്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ജവാദിന് ഒരു ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല എന്റെ ഒപ്പീനിയൻ, അതല്ല ഇഷാമിന്റെ ഒപ്പീനിയൻ. അപ്പൊ അങ്ങനെ 3 പേരുടെ ഒപ്പീനിയൻസ് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് വരുമ്പോ തന്നെ ചില ദിവസങ്ങളിലൊക്കെ 11:30, 12 o'clock വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കഷൻസ് കാര്യങ്ങൾ നീണ്ടുപോയിട്ടുണ്ട്. ഡിസ്കഷൻ ആ സമയം വരെ നീണ്ടുപോവുകയും ചെയ്യും. അതിന്റെ ശേഷം ഞങ്ങൾ ഈ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ സമയം എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ 2 മണി വരെയൊക്കെ നീണ്ടുപോയിട്ടുണ്ട് സ്ലൈഡ്. ചിലപ്പോൾ അങ്ങനെ സമയം നമ്മൾ ജസ്റ്റ് അങ്ങനെ കൂടുതലായി ടൈമിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ലാസ്റ്റ് സമയം നോക്കുമ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഡിസ്കഷന് 12 o'clock ഒരു ആ സമയത്ത് തീരുമെങ്കിലും ഞങ്ങൾ അങ്ങനെ സ്ലൈഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്ര സമയം. ആക്ച്വലി നിങ്ങളുടെ ഒരു കളക്റ്റീവ് എഫേർട്ട് ആണ് ഈ പറയുന്ന ടൈറ്റിൽ ബെസ്റ്റ് കൺസൾട്ടിംഗ് ഫേം എന്നുള്ള എത്തിച്ചത്. സോ ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. ബിക്കോസ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇതിലും നിങ്ങൾ എഫേർട്ട് ഇട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻസ്പയറിംഗ്. ഇനി വരുന്ന എല്ലാവരും നമുക്ക് ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും അത് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. സോ അതുപോലെ തന്നെ ഞാൻ കമ്മിങ് ബാക്ക് ടു ജഡ്ജിങ് പാനൽ സെൽസ്, നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കോൺട്രഡിക്റ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടില്ലായിരുന്നു? അതെ, തീർച്ചയായിട്ടും. നമ്മള് ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുമ്പോ തന്നെ ഓരോ ഭാഗത്തിനും ഇത് എന്തുകൊണ്ട് ചെയ്തു, അവര് കോൺട്രാഡിക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്യും, അവരിങ്ങോട്ട് ചോദിക്കും. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് മുന്നേ ഫെമിലിയർ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തതായാലും ജവാദും ഇഷാവും ആ ക്വസ്റ്റ്യൻസ് അവര് ചോദിച്ച ക്വസ്റ്റ്യൻസ് മുമ്പേ എന്നോട് വരെ ചോദിച്ചതാണ്. ഞങ്ങൾ 3 ഡിഫറെന്റ് ആയിട്ടുള്ള PPT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. PPT ക്രിയേറ്റ് ചെയ്തതിന്റെ ശേഷം അതിൽ നിന്ന് ഓരോ ഡാറ്റകളും എടുത്ത് എന്തുകൊണ്ട് അത് എടുക്കണം, എന്തുകൊണ്ട് അത് എടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിലും എനിക്ക് എൻ്റെ ഡാറ്റ എടുക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് അവൻ്റെ ഡാറ്റയ്ക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ഓരോന്നിലും ചോദിച്ചുകൊണ്ടിരിക്കും. അവന് എൻ്റെ ചോദിക്കും, ഇഷാമിൻ്റെതിരെ ഞങ്ങൾ രണ്ടാളും ചോദിക്കും. അങ്ങനെ നിങ്ങൾ 3 പേര് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു PPT? അതെ, 3 പേരും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് മോസ്റ്റ് ഓഫ് ദ കേസ് ജവാദിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, കാരണം അവൻ പ്രിപ്പയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നെ അതിന് കോൺട്രാഡിക്റ്റ് ആയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കഴിഞ്ഞു. അതെ, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നിൽ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ടൈം, ഇത്ര എഫേർട്ട്. ആ എഫേർട്ടിന്റെ ഒരു ഇത് തന്നെയാണ് ഇവിടെ റിസൾട്ട് വിന്നർ ആകാൻ പറ്റിയത്. എക്സാക്ട്ലി, പറയാതിരിക്കാൻ. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇപ്പം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഈ ഒരു ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ അവര് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മളവിടെ പാനിക് ആയി പോവാണ്. പക്ഷെ ആ ഒരു കേസിൽ യു വെർ പെർഫെക്റ്റ്. ലൈക്ക് കമ്മിങ് ബാക്ക്, അതിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടീമായിരുന്നു, റൈറ്റ്? 3 പേരായിക്കോട്ടെ, ഡിഫറെന്റ് പേഴ്സണാലിറ്റി, ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഉള്ള 3 പേരാണ്. സോ നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ടീം ബിൽഡ് ചെയ്തത്? നിങ്ങൾ
ഇഷാമും ജവാദൊക്കെ എന്റെ കൂടെ തന്നെ പഠിച്ച ആളുകളാണ്. എന്താ ജവാദ് എന്റെ കൂടെ സ്കിൽ ലെവലോട്ട് പി ലെവൽ വരെ പഠിച്ചതാണ്. ഇഷാമ് നോളജ് ലെവലോട്ട് ഒപ്പം പഠിക്കുന്നതാണ്. അപ്പോ ഇഷാമിന് ജവാദിനെ അന്ന് പരിചയപ്പെട്ട് കുറെ കാലം അവരുടെ കൂടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ അവരുടെ എക്സ്പീരിയൻസിൽ അറിയായിരുന്നു. അപ്പോ എന്താ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കറിയായിരുന്നു ഇവരെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്താൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിന് ബെനിഫിറ്റ് ചെയ്യുന്നു. ഒന്നാമത് ജവാദിന്റെ ക്വസ്റ്റ്യൻ മൈൻഡ് തന്നെയാണ്. അത് ഇനി കേസ് ഇതിനല്ല, ഈ ഒരു ജനറലി പേഴ്സണാലിറ്റി അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡാണ്. അത് എന്ത് കണ്ടാലും അത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതെ അതെ, സ്കെപ്റ്റിസിസമാണ്. അതെ, അത് ഈ കോമ്പറ്റീഷന് ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഫൈനൽ പ്രസന്റേഷന്റെ ടൈമില് എന്താ ജവാദ് ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ ഇരുന്ന് കണ്ട് എന്ത് ചെയ്യുന്നത് IAM പാനൽസ് ചോദിക്കുന്നത്. അത് ഇത് ഫെമിലിയർ ആണ്. മുൻപ് തന്നെ അവരോട് ആൻസർ പറഞ്ഞുകൊണ്ട് ആ സെയിം ആൻസർ അവർക്കും എത്തിച്ചു കൊടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നിങ്ങൾക്ക് ആക്ച്വലി ലീപ്പ് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഞാൻ ചോദിക്കുന്നത്, നമ്മളെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ പ്രൈം പ്ലസ് സ്കീമിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഇതുപോലുള്ള ഒരു പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിനാരിയോസ് നിങ്ങൾക്ക് തരുന്നു, അതിന് നിങ്ങളെ ജോബ് റെഡി ആക്കുക എന്നുള്ളത്. സോ ആഫ്റ്റർ ദിസ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഡു യു ഗൈസ് ഫീൽ ദാറ്റ് കോൺഫിഡൻസ് വിത്തിൻ യു? ഇങ്ങനെ ഒരു റിയൽ ലൈഫ് ഇനി ഒരു ബിസിനസ് സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? യെസ്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണവർത്താലും അവിടെ ഇതുപോലെ പല ബിസിനസ് സിനാരിയോസ് വരാറുണ്ട്, പല ക്ലയന്റ്സ് വരാറുണ്ട്. അവർ വരുമ്പോഴൊക്കെ എന്താണ് ഈ ലീപ്പ് മാത്രമല്ല ഇതിന്റെ മുൻപത്തെ ലീപ്പ് വെച്ചിട്ടും ആ ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇതിനു മുമ്പ് നീ ഒരു ലീപ്പ് ചെയ്തിട്ടുണ്ട്? അതെ അതെ അതെ, അതിന് വിന്നേഴ്സ് ആയിരുന്നു. അതെ, ഓക്കെ ഫൈൻ. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടല്ലേ. പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഇതൊരു കോൺഫിഡൻസ് ആണ്. അതായത് ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്തതും ക്വസ്റ്റ്യൻ തന്നെ ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതൊരു ഹെൽപ്പാണ്. കാരണം അവിടുത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിയർ ഇല്ലാതെ ഡയറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കാം. സോ ഇത് നിങ്ങൾക്ക് ഇന്റർവ്യൂലല്ല നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ? അതെ അതെ, ഇന്റർവ്യൂല് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ ഇന്റർവ്യൂ കയറിയ ടൈമിൽ ഇത് പറഞ്ഞിരുന്നു ലീപ്പ്. അപ്പൊ അവർ റിയലി ഇംപ്രസ്ഡ് ആയി. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നോർമലി അവിടെ വരുന്ന കാൻഡിഡേറ്റ്സിനൊന്നും ഇല്ല. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും അവർക്കൊന്നും ഇല്ല. അപ്പൊ അവർ റിയലി ഇംപ്രസ്ഡ് ആയി ഈ ഒരു ലീപ്പ് പറഞ്ഞപ്പോ. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ അവർ എന്നോട് അന്വേഷിച്ചു. ഞാൻ ചെയ്ത പ്രസന്റേഷൻ അവർ ചോദിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് റിയൽ ലൈഫ് ഒരു കൺസൾട്ടിങ് എക്സ്പീരിയൻസ് ഇല്ല പോലെയാണ്. അതെ അതെ അതെ, റിയൽ ലൈഫ്. കാരണം ഒരു പ്രോബ്ലം നമ്മളെ മുന്നിൽ വരികയാണ്. ആക്ച്വലി നമ്മളെ ഓഡിറ്റേഴ്സ് എന്നുള്ള രീതിക്ക് നമ്മളെ വർക്ക് തന്നെ പറഞ്ഞാല് ഒരു പ്രോബ്ലം തരലും നമ്മളതിന് സൊല്യൂഷൻ കണ്ടെത്തലല്ലേ. അതേ വർക്ക് തന്നെയാണ് നമുക്ക് ഈ കൺസൾട്ടിങ്ങിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ബിസിനസ് പ്രോബ്ലം അത് റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്തതാണ്. ഈ എക്സ്റ്റപ്പ് ഇപ്പൊ നമ്മൾ ചെയ്തത് എക്സ്റ്റപ്പ് ഷൂ ബ്രാൻഡാണ്. അതെ, അപ്പൊ ഈ ഷൂ ബ്രാൻഡിന് എന്താണ് പല പ്രശ്നങ്ങൾ ഞാൻ അത് എന്താണ് അപ്രോച്ച് ചെയ്യാണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, മുൻകൂട്ടി തന്നെ അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ജസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്ത് കണ്ടാണ് ആൻസർ പറയുന്നത്. അതായത് കറന്റ്ലി അത് അങ്ങനെ ചെയ്യണില്ല, പക്ഷെ ഓരോ സ്റ്റെപ്സ് എടുത്താലും അതിന് എന്തൊക്കെ പിന്നീട് ഫ്യൂച്ചറിൽ എന്തൊക്കെ അതിന് വരും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് കുറെ നമ്മൾ FM-ലും PM-ലും ഒക്കെ പഠിച്ച കുറെ നോളേജ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഭാവിയിൽ എന്തൊക്കെ വരാം, ഈ ഫ്യൂച്ചറിൽ കാര്യങ്ങളിൽ ഈ കമ്പനി എന്തൊക്കെ ഫേസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് റിയലി കേസ് സ്റ്റഡി. അത് റിയലി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ക്ലയന്റ് തന്നെയാണ് നമ്മൾ മുന്നിട്ട് വരുന്നതെന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സോ റിയൽ ലൈഫിൽ എന്തൊക്കെയാണ് കാര്യത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആണ്, അതൊക്കെ നമ്മൾ മുമ്പേ റിസർച്ച് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യണം, റൈറ്റ്? അതെ അതെ അതെ. ഓക്കെ ഫൈൻ. സോ ഇതാണ് നിങ്ങൾക്ക് ആക്ച്വലി ലീപ്പ് എന്ന് കിട്ടിയ കാര്യങ്ങൾ. സോ ഇതിനു മുമ്പ് ഈ നമ്മളെല്ലാം പ്രൈം പ്ലസ് സ്റ്റുഡൻസ് ആണ്. സോ ഇതിനു മുമ്പ് വേറെ ഇവിടുത്തെ പ്രാക്ടിക്കൽ ഇതുപോലുള്ള പ്രോഗ്രാംസിന് ഇൻവോൾവ് ആയിരുന്നു? അതെ, ഇവിടെ ഇതിനു മുമ്പുള്ള എക്സൽ ഹാക്കത്തോണ്, പിന്നെ ഓഡിറ്റ് ലാബിൽ ഞങ്ങൾ 3 പേരും തന്നെയാണ് ടീം. അങ്ങനെ കേസ് ക്രാക്കേഴ്സ് തന്നെ എല്ലായിടത്തും. അതെ അതെ, അന്ന് നെയിം ഇതല്ല, അന്ന് നെയിം ഒന്നും വേണ്ടില്ലായിരുന്നു. ഇപ്പൊ ടീം ഇതായിരുന്നു, ഈ ഒരു നെയിമിലൊന്നും എത്തിയിട്ടില്ല. ഓക്കെ, അതെ. അങ്ങനെ ഇവിടെ എന്തൊക്കെ മാക്സിമം കോമ്പറ്റീഷൻ നടക്കും, ഇതിലൊക്കെ മാക്സിമം പങ്കെടുക്കുക, ഇവിടുന്ന് യൂട്ടിലൈസ് ചെയ്തെടുക്കുക. നമ്മൾ ഇത്ര എമൗണ്ട് പ്രൈം പ്ലസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എന്താ വീട്ടിൽ പോവാന്നാണെങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും സെയിം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അഡീഷണലി നമ്മളെ ക്ലാസ് റൂമിന്റെ പുറത്തുനിന്ന് അഡീഷണലി നമുക്ക് എന്ത് കിട്ടാൻ പറ്റും അത് മാക്സിമം ഉണ്ടാക്കിയെടുക്കാം. അത് ആക്ച്വലി നമുക്ക് തന്നെ ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. സോ ഞാൻ ഇപ്പൊ എന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു വൺ ഓഫ് ദ ECCA സ്റ്റുഡൻസ് ആണല്ലോ. സോ അതിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇപ്പൊ ECCA പഠിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നു, നേരെ എക്സാം എഴുതുന്നു, ആ ഒരു ഇത് ജസ്റ്റ് ആസ്പിരന്റ് എന്നുള്ള പോലെ. പക്ഷെ അതിന് പുറമെ നമുക്ക് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്സ് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
സോ നിങ്ങൾക്ക് അതുപോലെയായിരുന്നു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ECC ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ നമുക്കൊരു കോളേജ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു എന്തായിരുന്നു നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരും? ഞാൻ റിയലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തല്ല അങ്ങോട്ട് വന്നത്. ഞാൻ നോർമലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇപ്പോ സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോലെ തന്നെ പേപ്പർ പാസ്സാവുക, അഫിലിയേറ്റ് ആവുക, അവിടെ നിന്ന് ഇറങ്ങുക, ജോബിന് കയറുക. പക്ഷെ ഇവിടുന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവര് ഓൾറെഡി ജോബ് റെഡി ആക്കി തരികയാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് തരുന്നതോടുകൂടി, റിയൽ കേസ് സിനാരിയോ തരുന്നതോടുകൂടി, അതുപോലെ തന്നെ ഇങ്ങനെ ടോപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ തരുന്നതിനോടുകൂടി എന്താണ് നമുക്ക് ഇങ്ങനത്തെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടാനും പിന്നെ അത് വർക്കിലേക്ക് ഇന്റർവ്യൂവിന് വരെ നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഐ ബിലീവ് അപ്പൊ ഹാഷറിനാണെന്നുണ്ടെങ്കിൽ എവറി സിംഗിൾ പ്രോഗ്രാംസ് നല്ല ആക്റ്റീവ് ആയിരുന്നു അല്ലെ? ഓഡിറ്റ് ലാബ് ആയിക്കോട്ടെ, എക്സൽ ഹാക്കത്തോൺ ആയിക്കോട്ടെ. സോ അതിന്റെ ഒരു നല്ലൊരു ഗുഡ് എമൗണ്ട് ഓഫ് ഇത് നിന്നിൽ കാണാൻ പറ്റും, ഗുഡ് ഇമ്പാക്ട് നിന്റെ കാണാൻ പറ്റും. ഇനി നീ ഫ്യൂച്ചർ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ യു. സോ അതുപോലെ തന്നെ എന്താണ് ഇനി അപ്കമിങ് ആയിട്ട് ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം? ലൈക്ക് അതായത് ഇവിടെ നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാടുണ്ട് ഈ പേപ്പേഴ്സിന് പുറത്ത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഇങ്ങനത്തെ അഡീഷണൽ സ്കിൽസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ, ഇങ്ങനത്തെ കോമ്പറ്റീഷൻ വിന്നർ ആവാന്നുള്ളത് ഒരു എയിം ആയിട്ട് എടുക്കരുത്. മാക്സിമം റിസൾട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് കൊടുക്കുക. അതിന് നമ്മൾ മാക്സിമം ഇങ്ങനത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ മാക്സിമം അത് ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ നമ്മൾ എന്താ പെർഫെക്റ്റ് ആവും. അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. സോ ഇതിപ്പോ ബേസിക്കലി നിങ്ങൾക്ക് ഇനി വരുന്ന ആൾക്കാരോടൊക്കെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആക്ച്വലി എന്താണ് വിന്നർ ആവുക എന്നുള്ളതല്ല ഇവിടെ കാര്യം. നമുക്ക് ആ ഒരു കിട്ടുന്ന പ്രോസസ്സ്, ആ ഒരു പ്രൊസീജിയർ, ഇപ്പൊ ലീപ്പിലായിക്കോട്ടെ നമുക്ക് ഓവർ ദ സ്പാൻ ഓഫ് 1 month ആയിരുന്നു നമുക്ക് ഈ മാസ്റ്റർ ക്ലാസ്സസും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പാർട്ടിസിപ്പന്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു നോളജ് എല്ലാം നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നാവുക നമ്മൾ നോക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യും, റൈറ്റ്? ഓക്കെ, സോ താങ്ക് യു വൺസ് അഗൈൻ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us for today. ആൻഡ് ഇനിയും ഇതുപോലെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു.